ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്കും ആലുവയ്ക്കും ഒക്കെ അടുത്തായിട്ടാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. ആലുവയിലേക്ക് നോക്കുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 7.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 13 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്കും എയർപോർട്ടിലേക്കും ഒരേ ദൂരമാണ്, വെറും 14 കിലോമീറ്റർ. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണെങ്കിൽ 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3,600 സെന്റിൽ 1,550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. കമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. 59 ലക്ഷം രൂപ, അത് ലാസ്റ്റ് പ്രൈസ് തന്നെയാണ്. ഇതൊരു വലിയ വില്ല പ്രൊജക്റ്റ് ആണ്. റോഡിന് വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 300 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്നും ഷോപ്പുകൾ ഉള്ളിടത്തു നിന്നൊക്കെയുള്ള ഈ ഒരു വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ടാർ റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 30-35ഓളം വില്ലകളാണ് ഇതിനകത്തുള്ളത്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ്, മിഡിൽ പോർഷനിലൊക്കെ ബ്രൗൺ കളർ ടെക്സ്ചർ വർക്കാണ്. മെയിൻ പില്ലറുകളിൽ നോക്കുവാണെങ്കിൽ ഷോ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ സിമ്പിൾ ആയിട്ടാണ്, വൈറ്റ് കളർ പെയിന്റ് ആണ്. പില്ലറുകളിൽ മാത്രമാണ് ടെക്സ്ചർ വർക്ക്. സിമ്പിളുമാണ്, സ്റ്റാൻഡേർഡുമാണ്, ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നോക്കിയാൽ കാണാം, വലിയൊരു ട്രീ ആണ് ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന വീടുകളിൽ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് വളരെ കുറവാണ്. ഈ ഒരു വീട്ടിൽ നമുക്ക് 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ നിങ്ങൾ കാണുന്നത് കാർ പോർച്ചാണ്. ഇവിടെ നമുക്ക് ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. മുറ്റമൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയാണ് രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നത്. സോ നമുക്ക് 2 കാറുകൾ ഈ ഒരു വീട്ടിൽ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞാൽ ബാക്കി നോക്കുമ്പോൾ അങ്ങോട്ടേക്കെല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും നമുക്ക് സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും തന്നെ മെറ്റൽ ചിപ്പുകളാണ് പിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണിത്. കിണർ വരുന്നത് ഇവിടെയാണ്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറാണ് നമുക്ക് ഇവിടെ സോഴ്സ് ആയിട്ടുള്ളത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. മെയിൻ ഡോറിന്റെ ദർശനം വടക്കോട്ടാണ്, നോർത്ത് ഭാഗത്തേക്കാണ്. നമുക്ക് ഇതുപോലെ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഡോറിന്റെ ഒക്കെ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയലറ്റ് വുഡ് നിങ്ങൾക്ക് അറിയാം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡ് തന്നെയാണ്, തേക്ക് പോലെ തന്നെയാണ്. വയലറ്റിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് വുഡ് ഐറ്റംസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യം തന്നെ ഫ്ലോർ ടൈലുകൾ നോക്കാം. വൈറ്റ് കളർ ടൈലാണ്, അതിനകത്തൊരു ഗോൾഡ് കളറും ബ്ലാക്ക് കളറും ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫ്രഞ്ച് മോഡൽ 3 വിൻഡോസ് അവിടെയുണ്ട്. അതുകൂടാതെ സ്ട്രെയിറ്റ് ആയിട്ടും 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 13.5 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. ഇവിടെയായിട്ട് സിമ്പിൾ ആയിട്ടൊരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഷേപ്പിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇവിടെയൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കുറച്ച് ഓപ്പണിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ വലിയൊരു സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 10 അടി വീതിയും ഉണ്ട്. ഏകദേശം നമുക്കൊരു 7 പേര് 8 പേരെയൊക്കെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെപ്പിന്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെയെല്ലാം ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. അവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ചെറിയൊരു ഡിസൈനും വർക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള റൂഫിന്റെ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. അവിടെയും നല്ല ഡിസൈനുകളും ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഷ് ഏരിയ ആണ്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാലും ഭംഗിയുള്ള ഒരു പീസ് ടൈലാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്.
കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ ധാരാളം നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്, സിമ്പിൾ ആയിട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സും അവിടെ കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സും കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ ഡിസൈൻ ആണ് ഇവിടെയും ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ നോക്കുവാണെങ്കിൽ ഒരു 4-5 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. പല വീടുകളിലും നമുക്ക് അറിയാം, എത്ര എമൗണ്ട് കൊടുത്ത് വീട് വാങ്ങിക്കുന്ന വീടുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഫ്രിഡ്ജ് വെക്കാനൊരു സ്പേസ് ഉണ്ടാവില്ല. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അവിടെ വർക്ക് ചെയ്ത് ചെയ്തെടുക്കാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ LED-ലാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. മഹാഗണിയിലോ വയലറ്റിലോ ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡൻ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബെഡ്റൂം ആണ്. സ്പേഷ്യസ് ആണ്. 12 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ ഡിസൈൻ ആണ് അതിന് വരുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. ബാത്റൂമിന്റെ ഡോർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ബാത്റൂമിനകത്ത് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അത് ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് കിട്ടുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഹാള് കിടക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള പോയിന്റുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴിയിലെല്ലാം സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിന്റെ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഡോർ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. റൂഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. 12 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാർഡ്രോബുകൾ വരുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ ഡിസൈൻ ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ബാത്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് നമുക്കിനി കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 9 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് 3 ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണി ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫറിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എഡ്ജ് പോർഷനുകളിലൊക്കെ ചെറിയ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് വില്ലകളാണ്. നല്ലൊരു വലിയ വില്ല പ്രൊജക്റ്റിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിലേക്കും പൊക്കാട്ടുപടിയിലേക്കും ഒക്കെ ഈസി ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനൊക്കെ നമുക്ക് 7 കിലോമീറ്റർ കൊണ്ട് എത്താം. പൊക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ആണ് വരുന്നത്. ഏറ്റവും നല്ല ഹൈലൈറ്റ് റോഡിന് വളരെ അടുത്താണ്. ഷോപ്പുകൾ, സ്കൂളുകൾ എല്ലാം നമുക്ക് റോഡിലേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് എത്താവുന്ന ദൂരത്തിലാണ്. ഏറ്റവും ആളുകളുടെ കൂടുതൽ കൺസേൺ ആണ് നമുക്ക് ഷോപ്പുകൾ അടുത്ത് വേണമെന്നുള്ളത്. ഇവിടെ നിന്ന് 300 മീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക്. അവിടെ ഷോപ്പുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. 3600 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ ഈ ഒരു വീട്ടിലുണ്ട്.
3.6 സെന്റ് ഓഫ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കിണർ വെള്ളമുണ്ട് ഈ ഒരു പ്രൈസിൽ. അതായത് നിങ്ങൾക്ക് പ്രൈസ് ഓൾറെഡി അറിയാം, 59 ലക്ഷം രൂപയാണ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ്, അതും ഇതുപോലുള്ള വില്ലാ പ്രൊജക്റ്റില്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കുക. 59 ലക്ഷം എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നെ എടുക്കണം. മാർബിൾ ഹോംസ് വഴി വരുന്നതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കുറയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു നെഗോസിയേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. 59 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ തന്നെ നമുക്കറിയാം, കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നല്ലൊരു പ്രൈസ് ആണ്, ചാൻസ് കളയേണ്ട. വീട് എത്രയും പെട്ടെന്ന് സെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിലും ഞങ്ങൾ തന്നെ അത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും ഡിലേ വെക്കേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.